തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അതിരപ്പള്ളി. അതിരപ്പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വനപ്രദേശം, അതുപോലെ തന്നെ മനോഹരമായ വെള്ളച്ചാട്ടം, അതെല്ലാം കാണാൻ ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നു. പക്ഷേ അപ്പോഴും ഇവിടെ വില്ലനാകുന്ന ഒന്നുണ്ട്, അതാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡരികിലെല്ലാം കിടക്കുകയാണ്. അത് പലരും അലക്ഷ്യമായി വലിച്ചെറിയുകയാണ്. മനോഹരമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് എത്താറുള്ളത്. കൂട്ടമായി എത്തി റോഡരികിൽ വാഹനം നിർത്തി ഭക്ഷണം കഴിക്കുന്നവർ. പലപ്പോഴും മാലിന്യങ്ങൾ റോഡരികിൽ തന്നെ വലിച്ചെറിയുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ മാത്രമല്ല, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ. വന്യജീവികൾ ഉൾപ്പെടെ അവ ഭക്ഷിച്ച് മരണം വരെ സംഭവിക്കുന്നു. മാതൃഭൂമി ദിനപത്രം അത് സംബന്ധിച്ചൊരു വാർത്ത, കാട്ടിലക്കൊല എന്ന പേരിൽ ഒരു വാർത്ത തന്നെ പ്രസിദ്ധീകരിക്കുകയും അതിനെ തുടർന്നാണ് പിന്നീട് VSSന്റെ നേതൃത്വത്തിൽ ഈ ഒരു വന്യജീവികളെ നിന്നോ അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം വന സംരക്ഷണ സമിതികളാണ് ഈ മേഖലയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ. റോഡ് സൈഡിൻ്റെ വശത്ത് പഞ്ചായത്ത് അതിൻ്റെ ഭാഗമായി ഹരിതകർമ്മസേനയും ഇത് ശേഖരിച്ച് തരംതിരിച്ച് ക്രമീകരിക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതിരപ്പള്ളി പഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. എന്നാൽ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ വലിച്ചെറിയുന്ന മാലിന്യം ഈ പ്രദേശത്തെ ചെറുതായൊന്നുമില്ല ബാധിക്കുന്നത്. ഇനി വരുന്ന തലമുറയ്ക്കും ഇത് മനോഹരമായി നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ആളുകൾ അത് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്താലാണ് ഇതുപോലെ തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സുന്ദരമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ കൂടി നമുക്ക് വരുന്ന അതിഥികളോട് പറയാനുള്ളത് പ്ലാസ്റ്റിക് ഒരു കാരണവശാലും വലിച്ചെറിയരുത് എന്നാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. സ്ഥിരമായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഇടം കൂടിയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. അവിടെയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ എത്തി വാഹനം ഒതുക്കി ഭക്ഷണം കഴിക്കുന്നത്. ആ ഭക്ഷണം കഴിക്കുക മാത്രമല്ല, അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കൂടാതെ ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ പരിസരങ്ങളിലൊക്കെ തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അത് വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികളും ഐസ്ക്രീം ഉൾപ്പെടെയുള്ളവയുടെ പ്ലാസ്റ്റിക് കവറുകളും ചാലക്കുടി പുഴയെ മലീമസമാക്കുന്നു. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള ചാലക്കുടി പുഴയിലേക്ക് ഒരു ശ്രദ്ധയുമില്ലാതെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും സമ്പന്നമായ സസ്യസമ്പത്തുള്ള ഈ മലയോര മേഖലയുടെ അവസ്ഥയാണിത്. പ്ലാസ്റ്റിക് കർശനമായി നിരോധിച്ചിരിക്കുന്ന മേഖലയാണ്. ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് നിക്ഷേപിച്ചാൽ കനത്ത പിഴശിക്ഷയും ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡാണ്. അതിന് താഴെ പോലും ഇവിടെ പ്ലാസ്റ്റിക് നിക്ഷേപിച്ചിരിക്കുകയാണ് മാലിന്യങ്ങൾ. എന്തായാലും നമ്മൾ ഓരോരുത്തരുമാണ് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറേണ്ടത്. അതല്ലാതെ എല്ലാം പഞ്ചായത്തും അധികൃതരും എല്ലാവരും തന്നെ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കാത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.